കിനാവിന്റെ തീരത്ത് ഭാഗം 65. ചിരിയോടെ പറഞ്ഞവന് അവളെ ചേർത്ത് പിടിച്ച ചുംബനങ്ങൾ കൊണ്ട് മൂടിയപ്പോഴും അവളുടെ മനസ്സിൽ നിറയെ വേദനയായിരുന്നു. നാളെ ഈ സമയം താൻ ഒറ്റയ്ക്ക് ഈ മുറിയിൽ അവൻ്റെ ഓർമ്മകളെ താലോലിച്ച് കഴിയണമല്ലോ എന്ന വേദന. അന്നത്തെ രാത്രിയിൽ മുഴുവൻ അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചു വെച്ചാണ് അവൾ കിടന്നത്. അവളുടെ മുടിയിൽ തഴുകി അവനും അവളും ഉറങ്ങിയിരുന്നില്ല. പരസ്പരം ഉയരുന്ന നെടുവീർപ്പുകളും നെഞ്ചിൻ്റെ ക്രമാതീതമായ ഹൃദയതാളവും ഇരുവരും ഉറക്കത്തിലല്ലെന്ന് തെളിയിച്ചു തന്നു. എന്നാൽ മൗനം വലിയൊരാവരണം അവർക്കിടയിൽ തീർത്തിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റവനൊപ്പം തന്നെ അവളും ഉണർന്നു. അവന് പോകാനുള്ള കാര്യങ്ങളെല്ലാം അവന് വേണ്ടി അവളും ചെയ്തു കൊടുത്തിരുന്നു. മുറിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ഒന്ന് മുകരാൻ അവൻ മറന്നിരുന്നില്ല. ഇനി എന്നാണ്? ദിവസങ്ങൾക്കിനി യുഗങ്ങളുടെ അന്തരമാണല്ലോ ഉള്ളത്. 1 വർഷം പെട്ടെന്ന് പോകുമെന്ന് അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും ഈ 1 വർഷത്തിലെ ദിനരാത്രങ്ങൾക്കും നാഴികകൾക്കും വിനാഴികകൾക്കുമൊക്കെ ഒരു യുഗത്തിൻ്റെ ദൈർഘ്യമുണ്ടെന്ന് അവനും അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നതിൻ്റെ വിരഹദുഃഖം അവനെയും അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ലേ പറ്റൂ. ജീവിതം പച്ച പിടിച്ചല്ലേ പറ്റൂ. വിനോദാണ് കാറും കൊണ്ട് വന്നത്. എയർപോർട്ടിലേക്ക് ശ്രീജിത്തും പോകുന്നുണ്ട്. സുഗന്ധിയും സതിയും അവനെ കെട്ടിപ്പിടിച്ച് കരച്ചിലാണ്. പുറമേ കാണിച്ചിട്ടില്ലെങ്കിലും മീരയുടെ ഉള്ളം ആർത്തലച്ച് കരയുകയാണെന്ന് അവനറിയാമായിരുന്നു. ഇറങ്ങുന്നതിന് മുൻപ് കണ്ണുകൾ കൊണ്ട് ഒരിക്കൽ കൂടി അവളോട് യാത്ര പറയാൻ മറന്നിരുന്നില്ല. പോകും മുമ്പ് അടുത്തേക്കൊന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും നിൽക്കുന്നതിനാൽ അതിനും അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് വീണ്ടും പ്രവാസത്തിലേക്ക് ചേക്കേറാൻ അവൻ ആ വണ്ടിയിൽ യാത്രയാകുമ്പോൾ ആ വണ്ടി തൻ്റെ കണ്ണിൽ നിന്നും മായുന്നതുവരെ പടിപ്പുരവാതിലിൽ അവളും നോക്കി നിന്നു. അവൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഏകാന്തതയും അരക്ഷിതാവസ്ഥയും അവളിൽ കൂട്ടുകൂടി. തിരികെ വീട്ടിലേക്ക് കയറിയെങ്കിലും എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്കാണ്. രമ്യ ബാങ്കിൽ പോകാൻ തുടങ്ങുന്നു. സതിയും സുഗന്ധിയും മുറിയിൽ കയറി വാതിലടച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അജയൻ ബസ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ കുളിക്കാനായി പോകുന്നു. എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ തന്നിൽ മാത്രം എന്തോ ഒരു നഷ്ടം. തൻ്റെ ഉത്സാഹം കെട്ടടങ്ങിയതുപോലെ. പ്രിയപ്പെട്ടവൻ്റെ അസാന്നിധ്യം അത്രമാത്രം തന്നെ തളർത്തു എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മുറിയിലേക്ക് ചെന്നതും മാധവിയെ അവൾ വിളിച്ചു. സുധി പോയതിനെപ്പറ്റി മാധവിയോട് പറയുകയും ചെയ്തു. ആശ്വാസവാക്കുകൾ അവർ നൽകിയെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വേദന ഉറഞ്ഞുകൂടുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ മനസ്സില്ലാതെ മുറിയിൽ കയറിയിരിക്കുകയായിരുന്നു അവൾ. തലേ രാത്രിയിൽ അവൻ അഴിച്ചിട്ടിട്ട് പോയ ഷർട്ട് തൻ്റെ നെഞ്ചോട് പിടിച്ചുകൊണ്ട് ചെറിയ കാലയളവ് കൊണ്ട് ഇത്രമാത്രം താൻ അവനെ ഇഷ്ടപ്പെട്ടു പോയോ? വാതിലിൽ ഒരു കൊട്ട് കേട്ടാണ് അവൾ പുറത്തേക്ക് ചെന്നത്. നോക്കിയപ്പോൾ സതിയാണ്. അത്ര താല്പര്യമില്ലാത്ത മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്നു. ഇങ്ങനെ മുറിയിൽ കയറി കഥ കടച്ചിരുന്നാൽ എങ്ങനെയാ? സുഗന്ധി അജയനും ഒക്കെ പോയി. സുധി ഗൾഫിൽ ചെന്നോളും. അതിന് നീ ഇവിടെ കഥകം കൊട്ടിയടച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്ന ആളൊന്നും അല്ലല്ലോ. അവന് പിന്നെ ജോലിക്ക് പോണ്ടേ? നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? സമയത്ത് വയറ്റിലോട്ട് വല്ലതും പോകണമെങ്കിൽ എൻ്റെ ചെറുക്കൻ തന്നെ കഷ്ടപ്പെടണം. അല്ലാതെ നിന്റെ വീട്ടിൽ നിന്ന് 2 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളതൊന്നും തന്നിട്ടില്ലല്ലോ. വല്ലതും കഴിക്കണമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാൻ നോക്ക്. എനിക്ക് തന്നെ എല്ലാവർക്കും കൂടി വെച്ച് വിളമ്പാൻ വയ്യ. സതി അത് പറഞ്ഞപ്പോൾ അവൾ മറുത്തൊന്നും പറയാതെ അവർക്ക് പിന്നാലെ നടന്നു. അവർ പറഞ്ഞ വാക്കുകളൊന്നും അവളെ വേദനിപ്പിച്ചിട്ടില്ല. അതിലും വലിയ ദുഃഖം അവളിൽ ഉറഞ്ഞുകൂടിയിരുന്നു. അവർ പറഞ്ഞ ജോലികളൊക്കെ യാന്ത്രികമായി തന്നെ അവൾ ചെയ്തിരുന്നു. വൈകുന്നേരത്തോടെയാണ് സുധി ഫോൺ വിളിച്ചത്. ഒരു നെറ്റ് നമ്പറിൽ നിന്നാണ് വിളിച്ചത്. ഒരു കുഴപ്പവും കൂടാതെ അവിടെ എത്തിയെന്ന് മീരയോട് പറഞ്ഞിരുന്നു. ഫ്രീ ആയതിനു ശേഷം വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. മീര തന്നെയാണ് സതിയോട് ആ കാര്യം പറഞ്ഞത്. അവർക്കെന്തുകൊണ്ടോ ആ കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹോ, ഇനിയിപ്പോൾ എന്നെ വിളിക്കില്ലായിരിക്കും. എല്ലാ കാര്യങ്ങളും നിന്നെ വിളിച്ച് ഞാൻ അറിയത്തേ ഉള്ളായിരിക്കും. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അവനല്ലെങ്കിലും അമ്മയെ പറ്റി ഒരു ചിന്തയില്ലല്ലോ. എന്തോ തിരക്കാണെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയോട് പറയണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. അമ്മയോട് പറയണമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യം എന്താ? എന്നെ ഇങ്ങോട്ട് വിളിച്ച് അവന് പറഞ്ഞാൽ പോരെ? ഞാനിങ്ങനെ പറഞ്ഞ് എന്ന് നീ അവൻ വിളിക്കുമ്പോൾ പറയണ്ട. അത്രയും കടുപ്പിച്ച് പറഞ്ഞിട്ട് സതി അപ്പുറത്തേക്ക് പോയിരുന്നു. അവളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. രാത്രിയോടെ സുധി നേരത്തെ ഉപയോഗിച്ചിരുന്ന നമ്പറിൽ നിന്ന് ഫോൺ വന്നു. അവൾ ഫോൺ എടുത്തപ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്യാൻ അവൻ പറഞ്ഞിരുന്നു. കുളിക്കാനായി എണ്ണ പുരട്ടി നിൽക്കുകയായിരുന്നു അവൾ. അവനെ കാണാനുള്ള സന്തോഷത്തിൽ അപ്പോൾ തന്നെ അവൾ വീഡിയോ കോൾ ഓണാക്കി. സമയം 9 ആയല്ലോ. താൻ ഇതുവരെ കുളിച്ചില്ലേ?
അവളുടെ മുഖത്തേക്ക് നോക്കി ആദ്യം അവൻ ചോദിച്ചത് അതാണ്. കുറച്ച് മീൻ വെട്ടാനുണ്ടായിരുന്നു സുധിയേട്ടാ, അതും കൂടി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് കരുതി. ഞാനിങ്ങ് പോന്നപ്പോഴേക്കും അമ്മ തന്നെ ജോലി എടുപ്പിച്ച് കഷ്ടപ്പെടുത്തുകയാണോ? അല്പം കുസൃതിയോടെയും കുറച്ച് കാര്യത്തോടെയാണ് അവൻ അവളോട് ചോദിച്ചത്. അങ്ങനെയൊന്നുമല്ല സുധിയേട്ടാ, അമ്മ പറഞ്ഞതൊന്നുമല്ല, ഞാനങ്ങ് വെട്ടിവെച്ചതാ. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ എല്ലാം കൂടി ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ സുധിയോട് പറഞ്ഞുവെങ്കിലും ആ നിമിഷം സതി നിർബന്ധിപ്പിച്ച് 2 കിലോയോളം വരുന്ന ചെറിയ നെത്തോലി മീൻ ഒരേ ഇരുപ്പിന് ഒന്നിപ്പിച്ച് വെട്ടിപ്പിച്ചത് അവൾ ഓർത്തു. സുധിയേട്ടൻ അമ്മയെ വിളിക്കുന്നില്ലേ? നാളെ വിളിച്ചോളാം. യാത്രാക്ഷീണമൊക്കെ ആയിട്ട് ഒരു മൂടില്ല. പിന്നെ തന്നെ കാണാത്ത വിഷമം മറ്റൊരു വശത്ത്. തന്നെ മാത്രം വിളിക്കാൻ തോന്നിയുള്ളൂ. വിനോദിനെ പോലും വിളിച്ചില്ല. അവനൊരു മെസ്സേജ് അയച്ചതേ ഉള്ളൂ, വന്നു എന്ന്. പക്ഷേ തന്നോട് അങ്ങനെയല്ലല്ലോ. തന്നെ കാണാഞ്ഞിട്ട് നെഞ്ചിങ്ങനെ ഇടിക്കുന്നു. ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. വല്ലാത്ത സങ്കടം. പറയുന്നതിനിടയിൽ അവൻ്റെ കണ്ണുകൾ ചുവക്കുന്നതും അതിലേക്ക് നീർക്കുമിളകൾ പാഞ്ഞെത്തുന്നതും അവൾ കണ്ടിരുന്നു. ഒരു നിമിഷം അവളും അതിശയിച്ചു പോയിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ കട്ടാക്കി. അവൻ കരയുകയാണെന്ന് അവൾക്ക് തോന്നി. വല്ലാത്തൊരു വിഷമം, ഒപ്പം തന്നെ സന്തോഷവും അവൾക്ക് തോന്നി. താൻ ഒപ്പമില്ലാത്തതിനാൽ ഇത്രയും വേദനിക്കുന്നുവെങ്കിൽ അവൻ്റെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എന്തായിരിക്കും? അതാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത്. ഉടനെ തന്നെ അവൾ തിരിച്ച് വീഡിയോ കോൾ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തിരുന്നു. സുധിയേട്ടൻ കരയാണോ? അടക്കി പിടിച്ച് വേദനയോടെ അവൾ ചോദിച്ചു. ഞാൻ കരഞ്ഞൊന്നുമല്ല. അവൻ മറ്റെവിടേക്കോ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കും ഒരുപാട് വിഷമമുണ്ട് സുധിയേട്ടൻ അടുത്തില്ലാഞ്ഞിട്ട്. ഇന്നെനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പോലും പറ്റിയില്ല. ഒന്നും തൊണ്ടയ്ക്കൊന്നും ഇറങ്ങുന്നില്ല. ഞാൻ പിന്നെ സുധിയേട്ടനെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഒന്നും പറയാതിരുന്നത്. നീ വിഷമിക്കരുത്. ഞാൻ വിഷമിക്കുന്നതൊന്നുമില്ല. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ കാണാതെ വന്ന സങ്കടമാണ്. ഇക്കാര്യം ഓർത്ത് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കരുത്. ഒന്നാമത് ആരോഗ്യമില്ല. അതിൻ്റെ കൂടെ ഇനി പട്ടിണിയും കൂടി കിടന്നാൽ പൂർത്തിയായി. കൂടിയാൽ 1-2 വർഷം കൂടി, അത്രയും കൂടിയേ ഞാനിവിടെ നിൽക്കും. അത് കഴിഞ്ഞ് കൂലിപ്പണി എടുത്താലും നാട്ടിൽ വന്ന് തൻ്റെ കൂടെ നിൽക്കും. അത് മതിയേട്ടാ, നമുക്കുള്ളത് മതി. എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. സുധിയേട്ടൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അതിനപ്പുറം ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു വാക്ക് തന്നെ എനിക്ക് എന്ത് സമാധാനമാണെന്നോ. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പറയാറുണ്ട്, ഇവിടുന്ന് നിർത്തി പോകുമെന്ന കാര്യം പറയുമ്പോൾ ഭാര്യമാർ പ്രാരാബ്ദങ്ങളുടെ കെട്ടഴിക്കുമെന്ന്. അതിനർത്ഥം അവിടേക്ക് വരണ്ട എന്ന് തന്നെയാണ്. ആ സമയത്ത് അവരും ജീവിതം വെറുത്തു പോകും. എന്തിനാ ഇങ്ങനെ കിടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും. പക്ഷേ താൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഈ ഒരു മനസ്സ് മാത്രം മതി എനിക്ക്. ഞാനെപ്പോഴും തൻ്റെ കൂടെ തന്നെയുണ്ട്. ഫോണിൻ്റെ സ്ക്രീനിൽ കുറച്ച് സമയം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. സംസാരം മൗനത്തിന് വഴിമാറിയെങ്കിലും രണ്ടുപേരുടെയും മിഴികൾ ഒരേപോലെ നിറഞ്ഞൊഴുകി. വേദന നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ സുധി തന്നെയാണ് ഫോൺ കട്ട് ചെയ്തത്. തിരികെ വിളിക്കാൻ അവൾക്കും തോന്നിയില്ല. രണ്ടുപേരുടെയും മനസ്സ് വിരഹവേദനയാൽ ഉരുകുകയായിരുന്നു. തുടരും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.